സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസ സ്ട്രിപ്പിന്റെ തലസ്ഥാനമെന്ന് അറിയപ്പെടുന്ന ഗാസ സിറ്റി ഇസ്രായേൽ പട്ടാളം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് പത്രങ്ങളിലൊക്കെ തലക്കെട്ട്. ഇത് ഒരാഴ്ച മുന്നേ തന്നെ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം എന്ന നിലയിൽ വിവിധ ചാനലുകളിലൂടെ ഇത് പുറത്തു വന്നിരുന്നു. പിന്നീട് അത് എമർജൻസി വാർ ക്യാബിനറ്റിൽ ഇത് വെക്കുകയും വാർ ക്യാബിനറ്റിനകത്ത് ഇസ്രായേൽ മിലിറ്ററിയുടെ ചീഫ് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് ഫുൾ ക്യാബിനറ്റിൽ വെക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് പോവുകയും അങ്ങനെ ഇന്നലെ അത് ഫുൾ ക്യാബിനറ്റിൽ വെച്ച് ക്യാബിനറ്റ് അംഗീകാരം നേടിയെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഗാസ സിറ്റിയിലേക്ക് ഇസ്രായേൽ പട്ടാളം കടന്നു കയറുക എന്ന് പറയുന്നത് ഇസ്രായേലിനും അതുപോലെ തന്നെ ഗാസയിലെ സിവിലിയൻസിനും ഒരുപോലെ മാരകമായ വിഷയമാണ്. രണ്ടു കൂട്ടർക്കും ഇതിനകത്ത് ആൾനാശത്തിനുള്ള സാധ്യതയുണ്ട്, വലിയ റിസ്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നത്. ഇത് എത്രത്തോളം ഇത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഇത്രയും നീണ്ടുപോകുന്നത് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യപ്പെടുന്ന റിസ്കിനെ കൊണ്ടാണ്. നമ്മുടെ പത്രങ്ങളൊക്കെ പ്രൊജക്ട് ചെയ്യുന്നത് പോലെ അവിടെ ഗാസ സിറ്റിയിൽ ഏർപ്പെടുമ്പോൾ പാലസ്തീനികൾക്ക് ഉണ്ടാകുന്ന ദുരിതം മാത്രമല്ല ഇതിനകത്ത് ഡിസ്കഷൻ വിഷയം. ഇതിൽ ഇസ്രായേൽ പട്ടാളത്തിനും ആൾനാശം കൂടുതൽ ഉണ്ടാവും എന്നുള്ളത് ഇസ്രായേലിനെ അലോസരപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ബന്ധികളുടെ അവസ്ഥ എന്താവും എന്നുള്ളത് ഇസ്രായേലിനെ അലോസരപ്പെടുത്തുന്ന സംഗതിയാണ്. ആ കൂട്ടത്തിൽ തന്നെ ഗാസയിൽ അധിവസിക്കുന്ന ആളുകളുടെ ഫ്ലൈറ്റിനെ കുറിച്ചും ഉള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പൊ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി പ്രധാനമായിട്ടും ഒച്ചയുണ്ടാക്കുന്നത് ഗാസയിൽ അധിവസിക്കുന്ന 10 ലക്ഷത്തോളം ജനമാണ് ഇപ്പൊ ഇതിനകത്ത് അധിവസിക്കുന്നത്. ഈ 10 ലക്ഷത്തോളം ജനത്തിന്റെ സ്ഥിതി എന്താവും എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കൺസേൺ. ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് അവരുടെ സിവിലിയൻസ്, അവരുടെ പട്ടാളം, അതുപോലെ അവരുടെ ബന്ധികൾ. ഇതാണ് അവരുടെ കൺസേൺ. അപ്പൊ ഈ ഒച്ചയുണ്ടാക്കുന്ന ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് പറയാൻ കഴിയുന്നില്ല. ഹമാസിനെ എന്ത് ചെയ്യും? ഹമാസിനെ എങ്ങനെ പിടികൂടും? ഹമാസ് ഒരു തരത്തിലും കീഴടങ്ങുന്നില്ല. ഈ ആദ്യത്തെ വെടിനിർത്തലിന് ശേഷം ജനുവരി അവസാനം ഉണ്ടായ വെടിനിർത്തൽ 2 മാസത്തോളം നീണ്ടു നിന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഇസ്രായേലിൽ യുദ്ധം പുനരാരംഭിച്ച് ഇപ്പൊ 4 മാസമാകും. ഈ 4 മാസത്തിനിടയിലൂടെ ഹമാസ് കൈമാറിയത് ജീവനോടെയുള്ള ഒരേ ഒരു ബന്ദിയെ മാത്രമാണ്. ആ ഒരേ ഒരു ബന്ദി ഒരു ഇസ്രായേലി അമേരിക്കനാണ്. അത് അമേരിക്കയും ഹമാസും തമ്മിൽ അണ്ടർ ദ ടേബിൾ ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ബന്ദിയെ വിട്ടയച്ചത്. അത് IDF-ഉമായിട്ടുള്ള ധാരണയല്ല, അത് അമേരിക്കയുമായി നേരിട്ടുണ്ടാക്കിയ ധാരണ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതിനുശേഷം ഈ 4 മാസം കൊണ്ട് IDF ചെയ്തത് ഈ ഗാസ സിറ്റിയിലേക്ക് അടുത്തടുത്ത് വരിക എന്നുള്ളത്. അപ്പൊ ഗാസ സിറ്റി ഡയമീറ്റർ കുറച്ച് കൊണ്ടുവരിക, ജനങ്ങൾ അധിവസിക്കുന്ന സ്ഥലത്തിന് ഡയമീറ്റർ കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ ജനങ്ങൾ അധിവസിക്കുന്നത് കോർ സിറ്റിയിൽ മാത്രമാണ്. അപ്പൊ ഈ 4 മാസം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഹമാസിന്റെ തലപ്പത്തിരുന്ന മുഴുവൻ ആളുകളെയും മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്ന യാഹ്യ സിൻവാറിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇസ്രായേൽ പട്ടാളം യാഹ്യ സിൻവാറിന്റെ തലയെടുത്തതിനു ശേഷം പിന്നീട് ഇതിനെ നയിച്ചിരുന്നത് മുഹമ്മദ് സിൻവാറാണ്. യാഹ്യ സിൻവാറിന്റെ അനുജനാണ് ഇതിനെ നയിച്ചിരുന്നത്. യാഹ്യ സിൻവാറിനെ പോലെ തന്നെ തീവ്രവാദിയായിരുന്ന ആളാണ് ഈ മുഹമ്മദ് സിൻവാർ. അപ്പൊ ഈ ഗാസ സിറ്റി ചുരുങ്ങി വന്നതിനിടയിലൂടെ ഓരോരോ ടണലുകളായിട്ട് IDF-ന്റെ കയ്യിൽ വരിക ധാരാളം ടണലുകൾ. ഗാസ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ടണലുകൾ ഉള്ളത്. അപ്പൊ അതിൽ കുറെ അധികം ടണലുകൾ IDF-ന്റെ കയ്യിൽ എത്തിപ്പെടുകയും ആ എത്തിപ്പെട്ട ടണലുകളിൽ നിന്നൊക്കെ ഹമാസിന്റെ ഭീകരരെ പിടികൂടി കൊലപ്പെടുത്തുകയും അതിനനുസരിച്ച് പിടിച്ചുകൊണ്ടുപോയ ഹോസ്റ്റേജസിന്റെ ഡെഡ് ബോഡീസ് റിക്കവർ ചെയ്യുകയും ചെയ്തു. 8 ഡെഡ് ബോഡികളാണ് ഈ 4 മാസത്തിനുള്ളിൽ ഈ ഗാസ സിറ്റിയുടെ വലിപ്പം ചുരുക്കി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് 8 ഹോസ്റ്റേജസിന്റെ ഡെഡ് ബോഡീസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഹമാസിന്റെ മുഹമ്മദ് സിൻവാർ അടക്കമുള്ള നേതാക്കന്മാരെ കൊലപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോഴും ഹമാസിന്റെ പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ ഈ ഗാസ സിറ്റിയുടെ ഉള്ളിലാണ്. അപ്പം ഗാസ സിറ്റി അവർ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ടു ഇറേസ് ദ മിലിറ്ററി ആസ് വെൽ ആസ് ഗവൺമെന്റൽ കപ്പാസിറ്റി ഓഫ് ഹമാസ് എന്നുള്ളതാണ്. അതായത് ഹമാസിന്റെ ഗവൺമെന്റൽ കപ്പാസിറ്റി, അതായത് ജനങ്ങളുടെ മേലെയുള്ള പിടുത്തം, കൂടാതെ അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റി, ഈ 2 കാര്യവും പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ഈ ഗാസ സിറ്റി പിടിക്കുക എന്നുള്ളതാണ്. ഇതിനകത്താണ് പ്രധാനപ്പെട്ട ഹോസ്റ്റേജസ് എല്ലാം ഉള്ളത്, ഇതിനകത്താണ് ഹമാസ് മുഴുവനുള്ളത്, ഇതിനകത്താണ് ഇവരുടെ തുരങ്കങ്ങളും ആയുധശേഖരവും എല്ലാ സംഗതിയും പ്രധാനമായിട്ടുള്ളത് ഇതിനകത്താണ്. അപ്പൊ ഇത് പിടിക്കുക എന്ന് പറയുന്നത് ഇത് 10 ലക്ഷം ജനത്തിന്റെ ഒരു കവറിൽ 10 ലക്ഷം ജനത്തെ കൊണ്ട് മൂടി ഇവർ ഈ കാര്യങ്ങൾ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇനി ഇത് എങ്ങനെയാണ് സാധ്യതമാവുക എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പൊ ഈ ഗാസ സിറ്റിയിൽ ഇപ്പൊ അധിവസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇവർ പല സ്ഥലത്തും ഡിസ്പ്ലേസ്ഡ് ആയി വന്നവരാണ്. 26 മൈൽ നീളം, ഏകദേശം 35-40 കിലോമീറ്റർ നീളത്തിലുള്ള ഈ ഗാസ സ്ട്രിപ്പിലെ ജനം പല തവണ ഡിസ്പ്ലേസ്ഡ് ആണ്. അവരൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ പട്ടാളം ആക്രമിക്കുന്നവർ അവിടുന്ന് ഓടി വേറൊരു സ്ഥലത്ത് ടെന്റ് കയറ്റി താമസിക്കും. കുറച്ച് കഴിയുമ്പോൾ അറിയിപ്പോൾ ഇവിടെ ആക്രമിക്കാൻ പോകണം, ഉടനെ അവർ ആ ടെന്റും പൊക്കി വേറൊരു സ്ഥലത്തേക്ക് ഓടും.
ഇങ്ങനെ ഓടി 8ഉം 10ഉം തവണ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പൊ ഗാസ സിറ്റിയുടെ ഉള്ളിലുള്ളത്. കൂടാതെ അവിടെ സ്ഥിരമായി ദിവസിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരിനി എങ്ങോട്ട് പോകും? പട്ടാളം കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമം വരിക എന്ന അർത്ഥം. പട്ടാളം കയറി അവരെ എൻ്റെയായിട്ട് ബോംബ് ചെയ്യും. അപ്പൊ ഇവിടെ ഏത് തരത്തിലാണ് ആളുകൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോവേണ്ടത്? ഇനി ഒഴിഞ്ഞു പോകേണ്ടി വരുമോ? പോകുകയെന്നൊക്കെ വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ BBC ഇട്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ മരിച്ചാലും ഞങ്ങൾ ഇവിടുന്ന് പോവില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ മരിച്ചാലും പോകില്ല എന്ന് പറയുന്നവർ മരിക്കും. കാരണം ഈ പട്ടാളത്തെ സംബന്ധിച്ച് അത് ഇവാക്യുവേറ്റ് ചെയ്ത് ആ പട്ടണത്തിനകത്ത് ഹമാസിനെ പുകച്ചു പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം എതിലെങ്കിലും അങ്ങ് ഇറങ്ങിപ്പോകാൻ ജനത്തെ സമ്മതിക്കില്ല. കാരണം ഈ ജനത്തിന്റെ കൂടെ ഹമാസ് രക്ഷപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഫിൽട്ടർ ചെയ്ത് മാത്രമേ ജനത്തെ ആ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കുള്ളൂ. ഇപ്പൊ ഗാസ സ്ട്രിപ്പില് ജനങ്ങൾ അധിവസിക്കുന്ന ഗാസ സിറ്റി എന്ന് പറയുന്നത് ഏകദേശം സെൻട്രലായിട്ട് വരുന്ന ഈ സ്ഥലത്തും കൂടാതെ ഈജിപ്തിനോട് ചേർന്നുള്ള ഭാഗത്തുമാണ് ജനങ്ങൾ അധിവസിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്നത്. അപ്പൊ ഈ ഈജിപ്തിനോട് അധിവസിക്കുന്ന സൗദരൻ പാർട്ടിലേക്ക് ഗാസ സ്ട്രിപ്പിലെ ആളുകൾ ഒഴിഞ്ഞു പോവേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കാണിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ പ്ലാനുകളും പുറത്തു വരുന്നതേ ഉള്ളൂ. അപ്പൊ ആളുകൾ പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് പോകാൻ പറ്റില്ല. അത് ഫിൽട്ടർ ചെയ്ത് മാത്രമേ ഉള്ളൂ. കാരണം ഹമാസിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത്. നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഗാസ ഭരിക്കാനൊന്നും ഉദ്ദേശമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഹമാസിനെ പിടിച്ച് അതിനെ ഉന്മൂലനം ചെയ്ത് അതിനെ കംപ്ലീറ്റ് കൊന്നു തീർത്തതിന് ശേഷം ഈ ഗാസ സിറ്റി ഞങ്ങൾ വിട്ടുതരും. ആർക്ക് വിട്ടുതരും? പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. PLA, പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പം വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നവരാണ്. അപ്പൊ ആദ്യത്തെ ഒരു പ്രപ്പോസൽ പാലസ്തീൻ അതോറിറ്റിയെ ഇവിടുത്തെ ഭരണം ഏൽപ്പിക്കാമെന്നുള്ളതായിരുന്നു. അവരെ കൊണ്ട് സാധിക്കുകയായിരുന്നു. അവർ 2005 പ്രൂവ് ചെയ്തതാണ്. കാരണം പാലസ്തീൻ അതോറിറ്റിയുടെ കയ്യിൽ നിന്നാണ് ഹമാസ് ഈ ഭരണം പിടിച്ചു പറിച്ച് ഇത് ഹമാസിന്റെ കീഴിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഇത് പാലസ്തീൻ അതോറിറ്റിക്ക് വിട്ടുകൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ആര് ഭരിക്കും? ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ ഭരിക്കുന്നില്ല. അപ്പൊ അവർ പറയുന്നത് അറബ് ഫോഴ്സിനെ കൊണ്ട് ഇത് ഭരിക്കാൻ അനുവദിക്കുമെന്നാണ് പറയുന്നത്. ഈ അറബ് ഫോഴ്സ് ഇത് ഭരിക്കുന്നത് നേരത്തെ അമേരിക്ക ഇങ്ങനെ പ്രപ്പോസൽ വെച്ചിരുന്നു. പക്ഷെ അതിന്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള രൂപമൊന്നും ഉണ്ടായിട്ടില്ല. ദാറ്റ് ഇസ് എറ്റ് ടു ഇവോൾവ്. അതിനിയും ഇവോൾവ് ചെയ്ത് വരേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും നെതന്യാഹു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുൻപിൽ വെച്ച ഒരു സംഗതി, ഞങ്ങൾ ഇത് ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളെ സംബന്ധിച്ച് ഹമാസിനെ കൊന്നു തീർക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോഴും ഈ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ബ്രിട്ടൻ ആയിക്കൊള്ളട്ടെ, ഫ്രാൻസിനായിക്കൊള്ളട്ടെ, ഇപ്പൊ ആയുധം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ജർമ്മനിക്ക് ആയിക്കൊള്ളട്ടെ, ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ സജസ്റ്റ് ചെയ്യാനില്ല. ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ വെടി നിർത്തി കഴിഞ്ഞെന്ത് എന്നുള്ള ചോദ്യത്തിന് അവരുടെ അടുത്ത് ഉത്തരമില്ല. കാരണം ബന്ദികളെ തിരിച്ചു കിട്ടേണ്ടതുണ്ട്, ഹമാസിനെ ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ പ്ലാൻ എന്താണ്? അതിനെ സംബന്ധിച്ച് അവർക്ക് പ്ലാനില്ല. അവർക്കാകെ പ്ലാനുകൾ നിങ്ങൾ വെടിനിർത്ത് എന്ന് പറയുകയാണ്. അപ്പൊ ഇതിനെയാണ് ഇസ്രായേൽ പരിഹസിക്കുന്നത്. അതിന് പകരമായിട്ട് ഹമാസ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ ചിത്രം. ഈ കുട്ടികൾക്ക് മാത്രമായിട്ട് എങ്ങനെ പട്ടിണി ഉണ്ടാകുന്നത്? പട്ടിണി ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പട്ടിണി ഉണ്ടാവും. ഈ കുട്ടികളുടെ ചിത്രം മാത്രം വെച്ചു കൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് അപ്സെറ്റ് ആവുന്ന മനുഷ്യരാണ് ഇന്ന് ലോകത്തെമ്പാടുമുള്ളത്. കാരണം അധ്വാനത്തിന്റെ വിലയറിയാത്ത അല്ലെങ്കിൽ അധ്വാനിക്കാത്ത സുഖജീവിതം നയിക്കുന്ന യൂറോപ്പിലെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് പട്ടിണി കിടക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം കാണുന്നത് അവരെ സംബന്ധിച്ച് അവർക്കത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. ആ ഇറിറ്റേഷൻ ഒന്ന് മാറ്റിത്തരും. ആ ഇറിറ്റേഷൻ മാറ്റിത്തരിക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അല്ലാതെ അവിടെയുള്ള പ്രശ്നം തീരുക എന്നുള്ളതല്ല ആവശ്യം. അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവുന്നു. ഞങ്ങളുടെ സുഖജീവിതത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ എന്തോ ഒരു ഉള്ളിക്കുത്ത് തോന്നുന്നു. ഇതാണ് അവരുടെ പ്രശ്നം. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇസ്രായേലിനാവില്ല. കാരണം ഇത് അവരുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വി വാണ്ട് ടു ലിബറേറ്റ് ദ ഇസ്രായേൽ പീപ്പിൾ ആസ് വെൽ ആസ് ദ ഗാസ പീപ്പിൾ. അപ്പൊ ഈ ഇസ്രായേൽ പീപ്പിളിനെയും ഗാസ പീപ്പിളിനെയും ഒരുപോലെ ഹമാസിന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വാസ്തവം അത് തന്നെയാണ്. ഹമാസിനെ അവിടെ നിന്ന് പിടിച്ചു കളയാതെ അവിടെ ഗാസയിലെ ജനത്തിന് സ്വതന്ത്രരായി ജീവിക്കാനാവില്ല. തീർച്ചയായിട്ടും ഇസ്രായേലിന് സ്വതന്ത്രമായി ജീവിക്കണമെങ്കിൽ ഗാസ പീപ്പിളിനെ ഈ ഹമാസിനെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ ഹമാസിനെ പിടിക്കുക എന്നുള്ളതിനൊരു ഓൾട്ടർനേറ്റീവ് ആർക്കും സജസ്റ്റ് ചെയ്യാൻ ഇല്ലാത്ത നിലയ്ക്ക് ഇസ്രായേൽ ഇപ്പോൾ അവിടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യം എന്ന നിലയ്ക്ക് അവരുടെ മുൻപിലുള്ള ഒരേ ഒരു ഓൾട്ടർനേറ്റീവ് പട്ടാളത്തെ ഗാസ സിറ്റിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഗാസ സിറ്റിയുടെ നിയന്ത്രണം പട്ടാളം ഏറ്റെടുത്തു കഴിഞ്ഞാൽ തലയിൽ നിന്ന് പേൻപെറുക്കി എടുക്കുന്നത് പോലെ ഹമാസിന്റെ നേതാക്കന്മാരെ, ഇനി ബാക്കിയുള്ള നേതാക്കന്മാരെയും അവരുടെ പോരാളികളെയും പിടികൂടി കൊന്നുകളയാൻ സാധിക്കും. അവിടെ സിൻവാർ മക്കളെ ഒഴിവാക്കി വെച്ച കസേര ഉണ്ടല്ലോ, ആ കസേര നമ്മളിപ്പോൾ ഒരാൾ ഇരിക്കുന്നുണ്ട്. അവന്റെ പേര് ഇസ് അൽ ദിൻ അൽ ഹദ്ദാദ് എന്നാണ്. ഇസ് അൽ ദിൻ അൽ ഹദ്ദാദ്. അയാളാണ് ഇപ്പോഴത്തെ ഹമാസിന്റെ ചീഫ്. ഈ പറയുന്ന യഹ്യ സിൻവാറിനെ പോലെയോ മുഹമ്മദ് സിൻവാറിനെ പോലെയോ അതിക്രൂരനായിട്ടുള്ള ജിഹാദി ആശയങ്ങൾ തലയിൽ വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യനാണ് ഈ ഇപ്പോഴത്തെ ഈ ചീഫായിട്ടുള്ള ഈസ് അൽ ദിൻ അൽ ഹദ്ദാദും.
അപ്പം ഇയാളൊക്കെ ഈ പറയുന്ന ഗാസയില് ഈ 10 ലക്ഷം ജനത്തിന്റെ പുറകില് ഒളിച്ചിരുന്നു കൊണ്ടാണ് അവർ രക്ഷ നേടുന്നത്. ഈ രക്ഷയുടെ കവചമാണ് ഇല്ലാതാക്കി മാറ്റിയിട്ട് അവിടെ പ്രവേശിക്കണം എന്ന് IDF തീരുമാനിക്കുന്നത്. അപ്പൊ ഈ പാലസ്തീനിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇന്ന് ന്യൂയോർക്ക് ടൈംസ് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് IDF-നോടുള്ളതിനേക്കാൾ കൂടുതൽ ദേഷ്യം ഹമാസിനോടാണ്. കാരണം ഈ ബന്ദികളെ വിട്ടുകൊടുക്കാതെ IDF-നെ ഈ ഗാസ സിറ്റിയുടെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തിയ ഹമാസിനോടാണ് അവർക്ക് കൂടുതൽ ദേഷ്യം, കൂടുതൽ വിരോധമുള്ളത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കാരണം 8 തവണ 10 തവണയൊക്കെ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് ആളുകൾ വീണ്ടും അവരുടെ കൂട് കുടുക്കുകയും എടുത്ത് എങ്ങോട്ടെന്നറിയാതെ ഓടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒരേ ഒരു കാര്യം, IDF അവരുടെ ബന്ധികളെ അന്വേഷിച്ചു വരികയാണ്. IDF അവരുടെ ബന്ധികളെ അന്വേഷിച്ചു വരുന്നത് അവരുടെ ബന്ധികളെ ഹമാസ് പിടിച്ച് ഈ 10 ലക്ഷം ജനത്തിന്റെ ഇടയിലേക്ക് കൊണ്ട് ഒളിപ്പിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഈ 10 ലക്ഷം ജനത്തിന്റെ ഇടയിൽ ബന്ദികളെ ഒളിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ IDF നിശ്ചയമായും ഈ ഗാസ സിറ്റിയിൽ പ്രവേശിക്കുമായിരുന്നില്ല. അപ്പൊ ഗാസയില് പട്ടാളത്തിന്റെ നിയന്ത്രണത്തിൽ ഗാസ എത്താനുള്ള ഒരേ ഒരു കാരണക്കാര് ഹമാസ് ആണ് എന്നുള്ളത് ഗാസ നിവാസികളും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ന്യൂയോർക്ക് ടൈംസും ഒരു പരിധിവരെ ഹമാസിന്റെ പക്ഷത്ത് നിൽക്കുന്ന BBC-യും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു പരിണിത ഫലം എന്താണെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. IDF അതിനുള്ള പ്ലാനുകൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് IDF ചീഫ് പ്രഖ്യാപിച്ചത്. ഏത് തരത്തിലാണ് ഈ ഗാസ സിറ്റിയിലേക്ക് പ്രവേശിക്കേണ്ടത്, ഏതൊക്കെ ഡയറക്ഷനിലാണ് പ്രവേശിക്കേണ്ടത്, എങ്ങനെയാണ് ഇവിടുത്തെ സിവിലിയൻസിനെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ അനുവദിക്കേണ്ടത്, അവരെങ്ങോട്ടാണ് മാറി താമസിക്കേണ്ടത്, ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്നാണ് IDF ചീഫ് പറഞ്ഞിട്ടുള്ളത്.